ഇന്ന് നമ്മൾ ക്രോഷ്യ വെച്ചിട്ട് പഠിക്കാൻ പോകുന്നത് ഒരു റോസ് ഫ്ലവർ പാറ്റേൺ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റോസിന് ആവശ്യമുള്ള 2 കളർ യാൺ, സിസേഴ്സ്, സ്റ്റിച്ച് മാർക്കർ, പിന്നെ 2.5 mm ഹുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഫ്ലവറിൻ്റെ സ്റ്റെം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു വൈൻ ഗ്ലാസ് ബോട്ടിൽ ഫ്ലവർ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു റോസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പെറ്റൽസ് ആദ്യം ഉണ്ടാക്കണം. ആ പെറ്റൽസ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ആണ് നമ്മൾ പെറ്റൽ ഉണ്ടാക്കുന്നത്. ഇതുപോലെ സ്മോൾ പെറ്റൽസും അതുപോലെ തന്നെ ഇതിനേക്കാൾ കുറച്ച് സൈസ് കൂടിയ പെറ്റൽ, ഈ 2 ടൈപ്പ് പെറ്റൽസ് ഈച്ച് സൈസ് 4 പീസസ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ മാജിക് സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ മാജിക് സർക്കിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ പ്രീവിയസ് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. ആൻഡ് ഈ ഒരു ഫ്ലവർ പാറ്റേൺ വളരെ ഈസിയാണ്, ബിഗിനർ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ മാജിക് സർക്കിൾ ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം സെക്യൂർ ചെയ്യാനായിട്ട് ഒരു ചെയിൻ ചെയ്യാം. അതിനുശേഷം നമ്മുടെ മാജിക് സർക്കിളിനകത്തോട്ട് 6 സിംഗിൾ ക്രോഷ്യേസ് 1 2 3 4 5 6 6 സിംഗിൾ ക്രോഷ്യ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സർക്കിള്, ഈ ഒരു ചെറിയ ടെയിൽ വലിച്ചു കഴിഞ്ഞാൽ അത് ക്ലോസ് ആവും. ക്ലോസ് ആയതിനു ശേഷം നമുക്ക് അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത റൗണ്ട് വന്നിട്ട് ഇൻക്രീസ് ആണ്. എല്ലാ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് ടോട്ടൽ 6 ഇൻക്രീസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയുടെ അകത്തോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കതിൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ആദ്യത്തെ സിംഗിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് സെയിം സ്റ്റിച്ചിൽ തന്നെ അടുത്ത സിംഗിൾ ക്രോഷ്യയും ചെയ്യാം. ഇതുപോലെ 6 സ്റ്റിച്ചസിലും നമ്മൾ സിംഗിൾ ക്രോഷ്യേസ് 2 എണ്ണം വെച്ച് ചെയ്യാണ്. 6 ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അടുത്തതിലും 2 സിംഗിൾ ക്രോഷ്യ ആണ് നമ്മൾ ചെയ്യുന്നത്. അത് ടൈറ്റ് ആയപ്പോൾ ഞാൻ അഴിച്ചെടുത്തതാണ്. നമുക്ക് അടുത്ത സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. നെക്സ്റ്റ് സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ. അങ്ങനെ ഈ ഒരു റൗണ്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റൗണ്ടിൽ ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ 12 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട്. അടുത്ത റൗണ്ട് നമുക്ക് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റിച്ച് മാർക്കർ മാറ്റിയതിന് ശേഷം സെക്കൻഡ് റൗണ്ടിലെ ആദ്യത്തെ സിംഗിൾ ക്രോഷ്യയുടെ ഉള്ളിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ആദ്യത്തെ സിംഗിൾ ക്രോഷ്യ, ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെക്കാം. അപ്പോൾ തേർഡ് റൗണ്ടിലെ പാറ്റേൺ എന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ, ദെൻ ഇൻക്രീസ്, നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ സിംഗിൾ ക്രോഷ്യ ചെയ്തു. നെക്സ്റ്റ് വരുന്ന ഈ ഒരു സ്റ്റിച്ചാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന സ്റ്റിച്ചിനകത്തോട്ട് നമ്മൾ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. സെയിം സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ, മൂന്നാമത്തേൽ എഗെയിൻ 1 സിംഗിൾ ക്രോഷ്യ, നാലാമത്തേൽ വീണ്ടും ഇൻക്രീസ്, നാലാമത്തെ സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ, ഫിഫ്ത്ത് വണ്ണിൽ 1, എഗെയിൻ നെക്സ്റ്റിൽ ഇൻക്രീസ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് ഈ ഒരു റൗണ്ടിൽ മുഴുവനായിട്ടുള്ളത്. ലൈക്ക് 1 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, 1 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. റൗണ്ടിൻ്റെ എൻഡിൽ നമുക്ക് 18 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ ഞാൻ സ്ക്രീനിലും എഴുതി കാണിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ബുക്ക് എടുത്തതിന് ശേഷം നമുക്ക് ഈ പാറ്റേൺ അതിനകത്തൊന്ന് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴല്ല എപ്പോഴും ഒരു റെഫറൻസ് ആയിട്ട് ആ ഒരു പാറ്റേൺ അവിടെ കാണും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത റൗണ്ട് പാറ്റേൺ വരുന്നത് 2 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് എന്നാണ്. അപ്പോൾ ആദ്യത്തെ 2 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്തു, നെക്സ്റ്റ് സ്റ്റിച്ചിൽ അടുത്ത സിംഗിൾ ക്രോഷ്യ, എന്നിട്ട് നമുക്ക് ആദ്യത്തെ സിംഗിൾ ക്രോഷ്യയുടെ അവിടെ സ്റ്റിച്ച് മാർക്കർ വയ്ക്കാം. 2 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി തേർഡ് സ്റ്റിച്ചിൽ നമ്മൾ ഇൻക്രീസ്, ഒരേ സ്റ്റിച്ചിൽ തന്നെ 2 പ്രാവശ്യം ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ പാറ്റേൺ വരുന്നത് 2 സിംഗിൾ ക്രോഷ്യ ദെൻ ഇൻക്രീസ്. ടോട്ടൽ 24 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് റൗണ്ടാണ്. ലാസ്റ്റ് റൗണ്ടിൽ ഇതുപോലെ പോയിൻറ്റ്സ് കാണാം. ഇതുപോലെ ഇങ്ങനെ പോയിൻറ്റ്സ് ഉള്ള ഭാഗം, ആക്ച്വലി ഈ ഒരു പോയിൻറ്റ്സ് ആണ് ഈ ഒരു റോസിന് കറക്റ്റായിട്ട് ഇങ്ങനത്തെ ഒരു ഷേപ്പ് തരുന്നത്. ഈ ഒരു പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതാണ് ലാസ്റ്റ് റൗണ്ട്. സ്റ്റിച്ച് മാർക്കർ മാറ്റിയിട്ട് നമുക്ക് ആദ്യം തന്നെ 5 ഡബിൾ ക്രോഷ്യേസ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ സിംഗിൾ ക്രോഷ്യേസ് ചെയ്യണം. ആദ്യത്തെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് മാർക്കർ വയ്ക്കാം. ഇനി നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്യ 2 3 4 5 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത 6th സ്റ്റിച്ചിനകത്തോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അതിനുശേഷം 2 ചെയിൻ, സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് 2 ചെയിൻസ്, പിന്നെ സെയിം സ്റ്റിച്ചിലോട്ട് തന്നെ ഒരു സിംഗിൾ ക്രോഷ്യയും കൂടെ ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ഈ ഒരു പോയിൻറ്റഡ് ഷേപ്പ് കൂടെ കിട്ടുക. ഓക്കെ, ദെൻ 2 സിംഗിൾ ക്രോഷ്യ, അടുത്തത് 2 സിംഗിൾ ക്രോഷ്യ കണ്ടിന്യൂസ്ലി ചെയ്യുക അടുത്ത 2 സ്റ്റിച്ചസിൽ. ഇനി തേർഡ് സ്റ്റിച്ചിൽ എഗെയിൻ ഈ ഒരു പാറ്റേൺ, സിംഗിൾ ക്രോഷ്യ, ചെയിൻ 2, സിംഗിൾ ക്രോഷ്യ ഇൻ ദ സെയിം സ്റ്റിച്ച്. ഇങ്ങനെ ടോട്ടൽ 5 പോയിൻറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും ഇനി നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നു. ഓക്കെ, ആൻഡ് തേർഡിൽ സിംഗിൾ ക്രോഷ്യ, ചെയിൻ 2, എന്നിട്ട് സിംഗിൾ ക്രോഷ്യ, സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ കൂടെ. ഓക്കെ, എഗെയിൻ 1 2 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് തേർഡ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ, ചെയിൻ 2 ആൻഡ് 1 more സിംഗിൾ ക്രോഷ്യ ഇൻ ദ സെയിം സ്റ്റിച്ച്. അപ്പോൾ നമ്മുടെ 1 2 3 4 ഫോർത്ത് പോയിൻറ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ലാസ്റ്റ് പോയിൻ്റാണ്. അതിന് മുന്നേറ്റ് 2 സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നു. തേർഡിൽ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് 2 ചെയിൻ 2 ദെൻ സിംഗിൾ ക്രോഷ്യ ഇൻ ദ സെയിം സ്റ്റിച്ച്. ഇപ്പം നമ്മൾ 5 പോയിൻറ്റ്സ് ഇവിടെ ഉണ്ടാക്കി. 1 2 3 4 5. ഓക്കെ, ഇനി ബാക്കി നമുക്ക് വരുന്ന സ്പേസിലെല്ലാം കണ്ടിന്യൂസ്ലി സിംഗിൾ ക്രോഷ്യേസ് ചെയ്ത് പോകാം. 1 2 3 4 5 6. ഓക്കെ, 6 സിംഗിൾ ക്രോഷ്യേസ് ആണ് നമുക്ക് ബാക്കി ഉണ്ടാവുക. അപ്പോൾ 6 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു സ്റ്റിച്ചിൽ നമുക്ക് ജസ്റ്റ് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു കത്രിക വെച്ച് അത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഒരു പെറ്റൽ റെഡി ആയിട്ടുണ്ട്. ഇത് സ്മോൾ പെറ്റൽ. ഇനി ഇതിൻ്റെ തന്നെ കുറച്ച് വലിയ സൈസിൽ
പെറ്റൽ ക്രിയേറ്റ് ചെയ്യണം. അത് ഈ സെയിം സ്റ്റെപ്പ് തന്നെ ഒരു റൗണ്ട് കൂടി എക്സ്ട്രാ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ വലിയ പെറ്റൽ ചെയ്യാനായിട്ട് നമ്മൾ ചെറിയ പെറ്റൽ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്ത റൗണ്ട്സിൽ 24 വരെ ചെയ്ത റൗണ്ടിൽ ഒന്ന് 4th റൗണ്ട് വരെ, അതായത് വലിയ പെറ്റൽ ചെയ്യാൻ 4th റൗണ്ട് വരെ സെയിം തന്നെ ചെയ്യുക. അപ്പോൾ 4th റൗണ്ട് വരെ ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ 4th റൗണ്ട് വരെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്ത 24 സ്റ്റിച്ചസ് ആണ് ഈ ഒരു ലാസ്റ്റ് റൗണ്ടിലുള്ളത്. ഇതുവരെയാണ് നമ്മൾ ചെറിയ പെറ്റൽ ചെയ്യാനായിട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു 5 പോയിൻറ്റ്സ് ഉണ്ടാക്കുന്ന റൗണ്ടാണ് ചെയ്തത്. ഇനി വലിയ പെറ്റൽസിന് ഒരു റൗണ്ട് കൂടെ നമ്മൾ എക്സ്ട്രാ ചെയ്തതിന് ശേഷമാണ് പോയിൻറ്റ്സുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അടുത്ത റൗണ്ട് വന്നിട്ട് 3 സിംഗിൾ ക്രോഷ്യ പിന്നെ ഇൻക്രീസ് എന്നുള്ളതാണ് പാറ്റേൺ. ടോട്ടൽ 30 സ്റ്റിച്ചസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് മാർക്കർ വയ്ക്കാം. ഓക്കെ, 1 2 3 എന്നിട്ട് 4th ഇൻക്രീസ്. 4th സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ. ഈ ഒരു പാറ്റേണിൽ ഈ റൗണ്ട് കംപ്ലീറ്റ് ആക്കാം. അതായത് സിംഗിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ, 3rd സിംഗിൾ ക്രോഷ്യ ആൻഡ് 4th സ്റ്റിച്ചിൽ ഇൻക്രീസ്. 4th സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ റൗണ്ടിൽ നമ്മൾ 30 സിംഗിൾ ക്രോഷ്യേഴ്സ് ആണ് ചെയ്തിട്ടുള്ളത്. ഇനി വലിയ പെറ്റൽസിൻ്റെ ലാസ്റ്റത്തെ റൗണ്ട് നേരത്തെ പോലെ തന്നെ 5 സിംഗിൾ ക്രോഷ്യ കണ്ടിന്യൂസ്ലി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വയ്ക്കാം. ഇനി അടുത്ത 4 സിംഗിൾ ക്രോഷ്യേഴ്സും കൂടി ചെയ്യുക. 2 3 4 5 സിംഗിൾ ക്രോഷ്യേഴ്സ് ചെയ്തു. ഇനി നേരത്തെ പോലെ പോയിൻറ്റ്സ് ഉണ്ടാക്കലാണ്. അടുത്ത ഒരു സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക, ചെയിൻ 2, സെയിം സ്റ്റിച്ചിലോട്ട് തന്നെ ഒരു സിംഗിൾ ക്രോഷ്യയും കൂടെ ചെയ്യുക. എന്നിട്ട് നേരത്തെ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യയാണ് പിന്നെ ചെയ്തത്. അതിന് പകരം ഇവിടെ 3 സിംഗിൾ ക്രോഷ്യ, 1 2 3 3 സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞിട്ട് 4th സ്റ്റിച്ചിൽ എഗെയിൻ ഒരു സിംഗിൾ ക്രോഷ്യ, ചെയിൻ 2, സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ കൂടെ. ഇതുപോലെ നമുക്ക് 5 പോയിൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. എഗെയിൻ 3 സിംഗിൾ ക്രോഷ്യ ചെയ്യുക, 1 2 3. 4th സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ, ചെയിൻ 2, single crochet in the same stitch. Okay, then again 3 single crochets, 1 2 3. 4th സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ, ചെയിൻ 2, സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ കൂടെ. ഇപ്പോൾ നമ്മൾ 1 2 3 4 പോയിൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തു. ഒരെണ്ണം കൂടെ ചെയ്യണം. അതിന് 1 2 3 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് 4ാമത്തേൽ സിംഗിൾ ക്രോഷ്യ, ചെയിൻ 2, സിംഗിൾ ക്രോഷ്യ ഇൻ ദ സെയിം സ്റ്റിച്ച്. ഓക്കെ, ഇനിയിപ്പോൾ 5 പോയിൻറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ബാക്കിയുള്ള സ്റ്റിച്ചസിനകത്തോട്ട് നമ്മൾ സിംഗിൾ ക്രോഷ്യേഴ്സ് ചെയ്തു പോകലാണ്. അപ്പോൾ ഇനിയുള്ളതിൽ നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 1 2 3 4 5 6 7 8. നമുക്ക് ബാക്കിയുള്ള സ്പേസിലൊക്കെ സിംഗിൾ ക്രോഷ്യേഴ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 8 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ട്.
ഓക്കെ, അത് കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് മാർക്കർ മാറ്റാം. ലാസ്റ്റ് ഒരു സ്റ്റിച്ചിലോട്ട് ജസ്റ്റ് ഒന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്കൊന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് 4 വലിയ പെറ്റൽസും 4 വലിയ പെറ്റൽസ് വേണം. 4 ചെറിയ പെറ്റൽസും വേണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ 4 വലിയ പെറ്റലും 4 ചെറിയ പെറ്റൽസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഒരു സേപ്പൽ, ഈ ഒരു ബാക്കിൽ ഈ ഒരു ഗ്രീൻ കളർ പോർഷനാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആ ഒരു പോർഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഞാൻ മാജിക് സർക്കിൾ ക്രിയേറ്റ് ചെയ്യാണ്. മാജിക് സർക്കിളിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് നമ്മളൊരു സ്റ്റിച്ച് സെക്യൂർ ചെയ്യാനായിട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ 6 സിംഗിൾ ക്രോഷ്യേസ് തന്നെ ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 6 സിംഗിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം നമ്മൾ ഈ മാജിക് സർക്കിൾ ക്ലോസ് ചെയ്യാണ്. ക്ലോസ് ചെയ്തിട്ട് അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. അടുത്ത റൗണ്ട് ഇൻക്രീസ് ആണ്. എല്ലാ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യേസ് വെച്ചിട്ട് ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യേസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തേത് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് മാർക്കർ വയ്ക്കുവാണ്. ഇനി നമുക്ക് റൗണ്ടിൻ്റെ എൻഡിൽ എത്തുമ്പോൾ 12 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ടാവും. അവസാനിച്ചു. 12 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട്. അടുത്ത റൗണ്ട് നമ്മൾ നേരത്തെ ചെയ്ത ഫ്ലവർ ഉണ്ടാക്കാൻ ചെയ്ത പോലെ തന്നെ തേർഡ് റൗണ്ട് ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ്, ടോട്ടൽ 18 സിംഗിൾ ക്രോഷ്യേസ് ആണ് വരിക. അടുത്ത സ്റ്റിച്ചിൽ ഇൻക്രീസ് ചെയ്യുക. എഗെയിൻ നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ, പിന്നെ സ്റ്റിച്ചിൽ ഇൻക്രീസ്, സെയിം സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ, ടോട്ടൽ 18 സിംഗിൾ ക്രോഷ്യേസ് ആണ് നമുക്ക് ഈ റൗണ്ട് ഇൻറ്റെൻറ്റിൽ വേണ്ടത്. ഇത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് മാർക്കർ നമുക്ക് മാറ്റാം. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഒരു ലോങ്ങർ പോർഷൻസ് ആണ് ചെയ്ത് കൊടുക്കാനായിട്ട് പോണത്. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് തന്നെ 7 ചെയിൻസ് ചെയ്യണം. 1 2 3 4 5 6 7 ചെയിൻസ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഫസ്റ്റത്തെ ഒരു ചെയിന് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ചെയിനിൽ നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ, സ്ലിപ്പ് സ്റ്റിച്ച്. നെക്സ്റ്റ് ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ. അടുത്ത 2 ചെയിനിൽ നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യേസ്. 1, അടുത്തൊന്നിലും കൂടെ ഹാഫ് ഡബിൾ ക്രോഷ്യ. പിന്നത്തെ 2 എണ്ണത്തിൽ ലാസ്റ്റ് 2 സ്റ്റിച്ചസിൽ നമുക്ക് ഡബിൾ ക്രോഷ്യേസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമ്മൾ 7 ചെയിൻസ് ചെയ്തു. ഫസ്റ്റത്തെ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച്, പിന്നത്തെ അതിൽ എസ്സി, പിന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് 1 2 നെക്സ്റ്റ് 2 ചെയിൻ സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് ചെയിനിൽ നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ സേപ്പലിൻ്റെ ഫസ്റ്റത്തെ ഒരു പൊസിഷൻ. ഇനി ഇതേ സെയിം തന്നെ നമുക്ക് 6 മോർ ടൈംസ്, ടോട്ടൽ 7 ഉണ്ടായിരിക്കും. നമുക്ക് അതുപോലെ ബാക്കി കൂടെ ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടുന്ന് എന്ത് ചെയ്യണം? നമ്മൾ 7 ചെയിൻസ് ചെയ്യുക. 1 2 3 4 5 6 7 ചെയിൻസ് ചെയ്തു. അതിനുശേഷം ആദ്യത്തെ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്ത് സെക്കൻഡ് ചെയിനിലൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക.
നെക്സ്റ്റിൽ ഒരു സിംഗിൾ ക്രോഷ്യ, അടുത്തതിലൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ, again one more half double crochet into the next last 2 stitches. We can do double crochets, last double crochet. ഓക്കെ, എന്നിട്ട് 2 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്യുക, 1 2. അത് സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് സ്റ്റിച്ചിലോട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച്. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ലീഫും റെഡിയായി. ഇതുപോലെ ബാക്കി കൂടെ നമുക്ക് കണ്ടിന്യൂസ്ലി ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ലീഫും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 1 2 3 4 5 6 ടോട്ടൽ 6 ആണ് പെറ്റൽസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ലാസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒരു ചെയിൻ ചെയ്യാം, ഇതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെയിൻ ചെയ്തതിന് ശേഷം ചെറിയൊരു പീസ് ഇവിടെ ലീവ് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരു ഗ്ലൂ ഗണ്ണിൻ്റെ ഹെൽപ്പോടെ നമുക്കൊന്ന് അസംബിൾ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഗ്ലൂ ഗൺ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് എല്ലാം കൂടെ അസംബിൾ ചെയ്തെടുക്കാം. ഇത് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നത് ഇതുപോലെയുള്ള സ്റ്റിക്കാണ്. ഇങ്ങനത്തെ ഒരു സ്റ്റിക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്യൂർ എടുത്തിട്ട് അതിൽ ഗ്രീൻ കളർ യാണ് ചുറ്റി കൊടുത്തിട്ട് ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ മേടിക്കാനായിട്ട് കിട്ടുന്നതാണ്, ഫ്ലവർ സ്റ്റെമ്മായിട്ട് യൂസ് ചെയ്യാനുള്ള സ്റ്റിക്സ്. അപ്പോൾ ഈ ഒരു സ്റ്റിക്കിൽ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ച പോലെ ഇങ്ങനെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഓരോരോ പെറ്റൽസ് ആയിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.